കൃഷിവെള്ളത്തെ കൊള്ളയടിച്ച, കുടിവെള്ളത്തെ കൊള്ളയടിച്ച, മണ്ണും ജലവും മലിനമാക്കിയ കൊക്കോ കോളയെ സൃഷ്ടിക്കൂ. കൊക്കോ കോളയെ സൃഷ്ടിക്കൂ. ഇരകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കൂ. ഇരകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കൂ.
കൊക്കക്കോള കമ്പനി വരുമ്പോൾ എനിക്ക് 25 വയസ്സുണ്ടായിരുന്നു. 25 വയസ്സ് ആണ് ആ സമയത്ത്. അപ്പോൾ ഇവർ ജോലി തരും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ജോലി തന്നില്ല. നമ്മൾ അഥവാ എന്തിനും നമ്മളെ കമ്പനി പോയി എന്ത് ജോലിയായിരിക്കും നമ്മൾ കയറി നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം 2 ദിവസം പോയി. അതിനുശേഷം നമ്മൾ പോയില്ല. ഇവിടെ നിന്നുള്ള വെള്ളങ്ങളൊന്നും കുറേ വർഷങ്ങൾ ആകും തോറും വെള്ളം വറ്റിപ്പോകാണ്. വറ്റിപ്പോണത് മാത്രമല്ല, വെള്ളത്തിൻ്റെ ടേസ്റ്റ് മാറുന്നത്. ഈ വെള്ളം ഉപയോഗിക്കാണ്ട് വേറെ വെള്ളം നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവരും. ഈ വെള്ളം അത്രയും ഒരു വൈറ്റ് കളറിലുണ്ടാവും. വൈറ്റ് കളറിൻ്റെ പാട പോലെയൊക്കെ ഉണ്ടായിരുന്നു. പാത്രത്തിൽ കൂടുതലും അത് ഉണ്ടായിരുന്നു. അത് യൂസ് ചെയ്യാനും പറ്റില്ല. ആദ്യത്തെ ദിവസം ഒരുപാട് ആൾക്കാർ ഇതിൽ നല്ല സപ്പോർട്ടും സഹായങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. കൃഷിക്കാരും ഈ പാവപ്പെട്ട ആൾക്കാരും അങ്ങനെ ഒരുപാട് ആൾക്കാർ, എല്ലാ തരത്തിലുള്ള ആൾക്കാരായിരുന്നു ഈ സമരത്തിൽ പങ്കെടുത്തത്. പിന്നെ അത് കുറേശ്ശം ആകുമ്പോൾ അതിൽ നിന്ന് ആൾക്കാർ, ആ സമരത്തോട് യോജിച്ച ആൾക്കാരെല്ലാം പിന്മാറാൻ തുടങ്ങി. പ്ലാച്ചിമട പറയുമ്പോൾ എൻ്റെ മുത്തശ്ശനുള്ള സ്ഥലമാണ് ഈ പ്ലാച്ചിമട. പിന്നെ എൻ്റെ അച്ഛൻ്റെ വീട് ഞങ്ങൾ താമസിക്കുന്നത് 2 കിലോമീറ്റർ അപ്പുറത്താണ്. ഞങ്ങൾ ചെറുപ്പത്തിൽ ഈ പ്ലാച്ചിമട പറയുന്ന സ്ഥലം, പിന്നെ ഇത്രയും വീടുകളൊന്നും ഉണ്ടായിരുന്നില്ല. ചെറുപ്പത്തിൽ നല്ല മറ്റേ ഇത്രയും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. വെള്ളത്തിൻ്റെ പ്രശ്നമോ അങ്ങനെ ചൂടോ ഇങ്ങനെ ഒരു പ്രശ്നം നേരത്തെ ഉണ്ടായിരുന്നില്ല. നേരത്തെ വെറും തരിശുകാടുകൾ പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഞങ്ങൾ വളർന്ന് വലുതായി ഈ കല്യാണം കഴിഞ്ഞ ശേഷമാണ് ഈ പ്ലാച്ചിമട പറഞ്ഞ സ്ഥലത്ത് കൊക്കക്കോള കമ്പനി എന്ന് പറയുന്ന കമ്പനി വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ശരി, കമ്പനി, വലിയ കമ്പനി, നമ്മൾ കൊക്കക്കോള പറയണത് നമ്മൾ കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല. പക്ഷേ ഈ കമ്പനി വന്ന ശേഷമാണ് നമ്മൾ ഇതിനെപ്പറ്റി കേൾക്കണതും അറിയണതും എന്താണെന്നുള്ളത്. ഈ കൊക്കക്കോള കമ്പനി വന്ന ശേഷം പല ആൾക്കാർക്ക് ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയുള്ള ജോലിയൊന്നും ഞങ്ങൾക്ക് പാവപ്പെട്ട ആൾക്കാർക്കൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വലിയ പഠിച്ചിട്ടുള്ള ആൾക്കാർക്കും നല്ല പഠിത്തങ്ങളുള്ള ആൾക്കാർക്ക് മാത്രമേ പ്രയോജനപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഞങ്ങളെ പോലെ പാവപ്പെട്ട ആൾക്കാരിനെ ബോട്ടിലുകൾ തരംതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആൾക്കാരിനെ പിടിച്ച് നല്ല ആ വെയിലത്ത് നിന്ന് പണി ചെയ്യണമെങ്കിൽ നല്ല കഷ്ടമുണ്ട്. അങ്ങനെ വെള്ളം അവർ വന്നിട്ട് ആ കൊക്കക്കോള എന്ന് പറഞ്ഞ മറ്റേ ഉൽപ്പാദനങ്ങൾ ഉൽപ്പാദിക്കണ കാരണം ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഭവിഷ്യത്ത് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. പക്ഷേ ഈ കമ്പനി വന്ന ശേഷമാണ് ഇത്രയും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചത്. പ്രയോജനമായ കാര്യങ്ങളൊന്നും നടന്നില്ല. നമുക്ക് ദോഷമായ കാര്യങ്ങളെ ഈ കമ്പനി വന്ന ശേഷം നമ്മൾ അനുഭവിച്ചിട്ടുള്ളൂ. ഇങ്ങനെ കൊക്കക്കോള കാരണം നമുക്ക് പ്രയോജനമാകും വിചാരിച്ചു, നടന്നില്ല. കൊക്കക്കോള കമ്പനി വരുമ്പോൾ എനിക്ക് 25 വയസ്സുണ്ടായിരുന്നു. 25 വയസ്സ് ആണ് ആ സമയത്ത്. അപ്പോൾ ഇവർ ജോലി തരും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ജോലി തന്നില്ല. നമ്മൾ അഥവാ എന്തിനും നമ്മളെ കമ്പനി പോയി എന്ത് ജോലിയായിരിക്കും നമ്മൾ കയറി നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം 2 ദിവസം പോയി. അതിനുശേഷം നമ്മൾ പോയില്ല. ബാക്കിയുള്ള ചില ആൾക്കാർ അതിൽ പോയിട്ടുണ്ടായിരുന്നു. കണ്ടിന്യൂ ആയിട്ട് അവർ പോയി. എനിക്ക് അതിൽ പോയി ചെയ്യാൻ പറ്റിയില്ല. നല്ല ബുദ്ധിമുട്ടായിരുന്നു. ബോട്ടിലുകൾ തരംതിരിക്കണതായിരുന്നു. അതും 200-ഉം 250-ഉം 500-ഉം 1000-ൻ്റെയും ബോട്ടിൽ, സ്പാൻഡ, സ്പ്രൈറ്റ്, പിന്നെ കൊക്കക്കോള, പെപ്സി, കൊക്കക്കോള ഇങ്ങനത്തെ ബോട്ടിലുകളായിരുന്നു. അത് ആ ഗേസിൽ തനിച്ച് മാറ്റി നമ്മൾ സെപ്പറേറ്റ് ആക്കി ആ വെയിലത്ത് നിന്ന് നമ്മൾ ഗ്യാപ്പിൽ നിന്ന് ഇങ്ങനെ അവർ വലിച്ചെറിയും. നമ്മൾ അബദ്ധം പറ്റിയാൽ കാല് പൊട്ടിപ്പോകും. ഗേസ് കാലിൽ വീഴാനുള്ള അത്രയും ബുദ്ധിമുട്ടാണ്. അവർ വലിച്ച് വേഗം ആ സ്പീഡിൽ ലോഡാക്കണം. അങ്ങനെയുള്ള ജോലിയാണ് അവർക്ക് തന്നത്. അത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും അപകടം തന്നെയാണ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ പോയില്ല. ആ 2 ദിവസം മാത്രം പോയി.
അങ്ങനെ ആ വെള്ളങ്ങൾ അവർ ബോട്ടിലുകൾ തരംതിരിക്കാൻ മാത്രം ആൾക്കാരിനെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ജോലി ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. കണ്ടിന്യൂ ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ ഈ കമ്പനി ദോഷകരമായ കാര്യങ്ങളല്ലേ ചെയ്യണത് എന്ന് അറിഞ്ഞ ശേഷം പിന്നെ നമ്മൾ സമരത്തിൽ എല്ലാവരും പങ്കെടുത്തിട്ടാണ് ഇതാക്കിയത്. ആദ്യത്തെ ദിവസം ഒരുപാട് ആൾക്കാർ ഇതിൽ നല്ല സപ്പോർട്ടും സഹായങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. കൃഷിക്കാരും ഈ പാവപ്പെട്ട ആൾക്കാരും അങ്ങനെ ഒരുപാട് ആൾക്കാർ, എല്ലാ തരത്തിലുള്ള ആൾക്കാരായിരുന്നു ഈ സമരത്തിൽ പങ്കെടുത്തത്. പിന്നെ അത് കുറേശ്ശം ആകുമ്പോൾ അതിൽ നിന്ന് ആൾക്കാർ, ആ സമരത്തോട് യോജിച്ച ആൾക്കാരെല്ലാം പിന്മാറാൻ തുടങ്ങി. ഇത് നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല, ചെയ്യാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും തോന്നുന്നുണ്ട്. പക്ഷെ പാവങ്ങൾ മാത്രമേ ഈ സമരത്തിനെ കൊണ്ടുപോകാൻ അത്രയും ഇതായിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊന്നും ഈ സമരത്തിൽ യോജിച്ചിട്ടില്ല. കൃഷിക്കാരൊന്നും അങ്ങനെ മെനക്കെട്ട് വന്ന് നിൽക്കുക ചെയ്യുക ഇങ്ങനെയൊന്നുമില്ല. പാവങ്ങൾ മാത്രം സമരം നടത്തും. പോലീസുകാർ വന്ന് അറസ്റ്റ് ചെയ്യും, അങ്ങനെ കൊണ്ടുപോകും. 4 ദിവസം 5 ദിവസം ഉണ്ടാവും. പിന്നെ എല്ലാവരും വന്നു. അമ്മമാർ 10 ദിവസമൊക്കെ ഇരുന്ന അമ്മമാരുണ്ട്. കന്യമ്മ, പാപ്പമ്മാള്, മയിലമ്മാള്, ഇങ്ങനെ എല്ലാവരും ആ സമരത്തിൽ ജയിലിൽ കിടന്ന ആൾക്കാരുണ്ട്. ഇത്ര വലിയ അമേരിക്കൻ കമ്പനിയെ നമ്മൾ പിന്നെ അവരോട് നമ്മൾ പോരാട്ടത്തിൽ അവരിനെ ഇതാക്കും നമ്മൾ വിചാരിച്ചില്ല. അത്രയും ജനങ്ങളിലും ബാക്കിയുള്ളവൻ്റെ സാമൂഹിക പ്രവർത്തകരോട് എല്ലാ സപ്പോർട്ട് ഉള്ള കാരണമാണ് നമ്മൾ ഒരുപാട് പിന്നെ സമരത്തിൽ ഇതായപ്പോൾ അവരിനെ ഇതാക്കാൻ പറ്റിയത്. കൊക്കക്കോള കമ്പനിയെ നമ്മൾ അടച്ചു പൂട്ടാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള സഹാക്കൾ. അത് ഒരിക്കലും നമ്മൾ മറക്കാൻ പറ്റില്ല. അത്രയും പല ജോലികളെല്ലാം ഉണ്ടെങ്കിലും ബാക്കിയുള്ള ആൾക്കാർ നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഉള്ള ആൾക്കാർ നല്ല സപ്പോർട്ട് ഉള്ള കാരണം മാത്രമേ ഈ കൊക്കക്കോള കമ്പനി അടച്ചു പൂട്ടാൻ നമുക്ക് സഹായിച്ചത്. നല്ല ശക്തമായ പിന്നെ പ്രതിഷേധങ്ങളായിരുന്നു. സാമ്പത്തികമായി സഹായിക്കാൻ അത് ഞാൻ പറഞ്ഞ പോലെ ഈ പുറത്തു നിന്നുള്ള ആൾക്കാരാണ് ഞങ്ങൾക്ക് ഈ സമരത്തിന് സപ്പോർട്ട് ചെയ്തത്. അല്ലാണ്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് മുടക്കിയിട്ടോ, ഞങ്ങൾക്ക് ഇവിടെ ഈ പന്തലിൽ നിന്ന് ഒരു കഞ്ഞി വെച്ച് കുടിക്കുക, ഒരു അച്ചാർ വാങ്ങി കുടിക്കുകയാണെങ്കിലും ബാക്കിയുള്ള ആൾക്കാരുടെ സപ്പോർട്ടാണ്. അല്ലാണ്ട് ഞങ്ങൾ ജോലിക്ക് പോകാൻ പറ്റില്ല, കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാൻ പറ്റില്ല, സമയത്തിന് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ല, വെള്ളം പിടിക്കണമെങ്കിലും അതിനെക്കാട്ടും ബുദ്ധിമുട്ടാണ്. ഇവിടെ നിന്ന് കിലോമീറ്റർ കണക്കിൽ പോയിട്ടാണ് നമ്മൾ വെള്ളം കൊണ്ടുവരുന്നത്. ഇവിടെ നിന്നുള്ള വെള്ളങ്ങളൊന്നും കുറേ വർഷങ്ങൾ ആകും തോറും വെള്ളം വറ്റി പോണത് മാത്രമല്ല വെള്ളത്തിൻ്റെ ടേസ്റ്റ് മാറുന്നത്. ഇത്രയും ബുദ്ധിമുട്ട്. പിന്നെ വെള്ളം അങ്ങനെ വറ്റി പോയപ്പോൾ ഇവർ പഞ്ചായത്തിൽ നിന്ന് വെള്ളം സപ്ലൈ ചെയ്യാൻ തുടങ്ങിയതായിരുന്നു. ആ വെള്ളം പിടിക്കാൻ തന്നെ നമ്മൾ പോയി ക്യൂ നിൽക്കണം. അത് സമയത്തിനേ വരുള്ളൂ. അങ്ങനെ നമുക്ക് ജോലിക്കും പോകാൻ പറ്റില്ല, കുട്ടികളെ സ്കൂൾ അയക്കാനുള്ള സമയത്തിന് അയക്കാനും പറ്റില്ല, സമരത്തിലും പങ്കെടുക്കണം. എല്ലാം കൂടി ആകെ ഒരുപാട് കഷ്ടപ്പാടുകൾ നമ്മൾ അനുഭവിച്ചിട്ടാണ് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോയത്. അങ്ങനെ സമരം ചെയ്തിട്ടും ഒരു ജനങ്ങൾക്ക് കിട്ടേണ്ട അർഹതപ്പെട്ട നഷ്ടപരിഹാരം ഇനിയും കിട്ടിയിട്ടില്ല. കമ്പനി നിർത്തലാക്കിയ ശേഷം അവർ പിന്നെ വീണ്ടും അവരെന്തോ പ്രവർത്തനം തുടങ്ങിയപ്പോൾ എല്ലാവരും ആ ഉള്ളിൽ കയറിയപ്പോൾ പിന്നെ പോലീസുകാർ വന്നു ആൾക്കാരിനെ അറസ്റ്റ് ചെയ്തു. അങ്ങനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പേര് ആ ജയിലിൽ കിടന്നു. അങ്ങനെയൊക്കെ പ്രശ്നങ്ങളായി. അതിൽ ഞങ്ങൾ ലേഡീസുകളൊന്നും അത്ര പോയില്ല, വയസ്സായ അമ്മമാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ തന്നെയാണ്. പിന്നെ മൈലമ്മൻ്റെ കൂടെ അത്രയും ഞാൻ ഉണ്ടായിരുന്നില്ല. മൈലമ്മൻ്റെ അത്രയും ഞാൻ ഉണ്ടായിരുന്നില്ല, അവൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ സമരത്തിന് പോകും അത്ര യോജിക്കാൻ പറ്റിയില്ല എനിക്ക്. അവർ ഡൽഹിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളും ഡൽഹി പോയി. മറ്റേ മേധാ പട്കറിൻ്റെ NAPM പ്രോഗ്രാമിനൊക്കെ ഞങ്ങളും പോയിട്ടുണ്ടായിരുന്നു. 3 ദിവസം 3, 6, 9 ദിവസമായിരുന്നു. ഇവിടെ വന്ന് 10-11 ദിവസങ്ങളായി വീട്ടിലേക്ക് വരുമ്പോൾ. അങ്ങനെ അത്രയും മൈലമ്മൻ്റെ കൂടെ അത്രയും എനിക്ക് ഇതാകാൻ പറ്റില്ല സമരത്തിൽ. അല്ലാണ്ട് സമരങ്ങളിൽ ഒരുപാട് സമരത്തിൽ നമ്മൾ പോകും എല്ലാ ഇതുകളും നമ്മൾ ഉണ്ടായിരുന്നു.
സമര പോരാട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. പാലക്കാട് പരിപാടി, തൃശ്ശൂർ, എറണാകുളം, തിരുവനന്തപുരം, AK ആൻ്റണിൻ്റെ വീട്ടിലേക്ക് മാർച്ചിലേക്ക്, അങ്ങനെയൊക്കെ ഒരുപാട് സമരത്തിലൊക്കെ നമ്മൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ബസ്സിലായിരുന്നു AK ആൻ്റണിൻ്റെ വീട്ടിലേക്ക് പോയത്. രാത്രി പോയിട്ട് രാവിലെ അവിടെ 10 മണി അപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്ത് എല്ലാം കൂടെ വന്ന ആൾക്കാരെല്ലാം റെഡിയായി. അവിടെയായിരുന്നു നമുക്ക് താമസിക്കാനും കുളിക്കാനും എല്ലാം സൗകര്യം ഒരുക്കി തന്നു. അതിനുശേഷം റെഡിയായി. പിന്നെ ഞങ്ങളെല്ലാം ഭക്ഷണം കഴിച്ചിട്ട് 10 മണിയാകുമ്പോഴാണ് അങ്ങനെ ഓരോ സമരങ്ങളായപ്പോൾ എനിക്ക് എവിടെയായിരുന്നു എന്ന് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അങ്ങനെ എല്ലാവരും കുളിച്ച് റെഡിയായി ഭക്ഷണങ്ങളെല്ലാം കഴിച്ച് പിന്നെ എല്ലാവരും ബാനറുകളും എല്ലാം റെഡിയാക്കി നമ്മളെല്ലാവരും കൂടി സമര പോരാളികളെല്ലാവരും പാവപ്പെട്ട അമ്മമാർ, അച്ഛനും സഹോദരങ്ങളും എല്ലാവരും കൂടി അവരുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. വല്ലാത്ത ഈ സമരം കൊണ്ട് നമ്മൾ ഇതിന് മുമ്പ് എന്താണ് സമരം നമ്മൾ പുറത്ത് ഭാഗങ്ങളൊന്നും പോയിട്ടില്ല, വന്നിട്ടുമില്ല. പ്ലാച്ചിമട ഈ കൊക്കക്കോള കമ്പനി വന്ന ശേഷം നമ്മൾ തിരുവനന്തപുരം, എറണാകുളം ഇങ്ങനെ പല പല കേരളത്തിൽ പല ഭാഗങ്ങളിലും അല്ലാണ്ട് ഡൽഹി എല്ലാം ഉള്ള ഏരിയയിലെല്ലാം ഈ സമരങ്ങളിൽ നിരന്തരം പങ്കെടുക്കാനും അതിനെപ്പറ്റി അറിയാനും സാധിച്ചു ഈ കൊക്കക്കോള കമ്പനി വന്ന ശേഷം. പിന്നെ വല്ലാത്ത അനുഭവം തന്നെയായിരുന്നു സമരം കൊണ്ട്. മേധാ പട്കറിൻ്റെ കൂടെയും നമ്മൾ ഡൽഹി പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഇതുപോലെ നമുക്ക് റൂമുകളെല്ലാം അറേഞ്ച്മെൻറ്റ് ചെയ്തു. മേധാ പട്കർ അവർ ഇങ്ങനെ പല പല ഇന്ത്യയിൽ പല ഭാഗത്തുള്ള സമരത്തിനെ പറ്റിയിട്ടുള്ള ചർച്ചകളും അവർ അവതരിപ്പിക്കുകയായിരുന്നു. പിറ്റേ ദിവസം നമ്മൾ എവിടെ എന്ത് ചെയ്യണം എന്നുള്ളത്, എന്ത് വിഷയങ്ങൾ നമ്മൾ പറയണം എന്നുള്ള വിഷയങ്ങളൊക്കെ ആയിരുന്നു. അത് അങ്ങനെ മേധാ പട്കറിൻ്റെ കൂടെ നല്ല ജോളി ആയിട്ടുണ്ടായിരുന്നു. കന്യാകുമാരി മുതൽ തുടങ്ങിയതാണ് ഡൽഹി വരെ നമ്മൾ. നല്ല യാത്രയായിരുന്നു. സമരങ്ങൾ പല ഭാഗത്തും നമ്മൾ പോയിട്ടുണ്ടായിരുന്നു, പങ്കെടുക്കാൻ പറ്റി. കുഴപ്പമില്ല. ഈ സമരത്തിലുള്ള ആൾക്കാരിനെ തന്നെ ഇതാക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ പല 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 പ്രശ്നങ്ങളോ എല്ലാം കടന്ന് മറികടന്നിട്ടാണ് ഈ സമരത്തിന് വീണേട്ടം മുന്നോട്ട് കൊണ്ടുവന്നത്. ഈ കമ്പനിനെ അടച്ചു പൂട്ടാൻ അത്രയും ബുദ്ധിമുട്ടിയതും ശ്രമിച്ചതും എല്ലാം വിളയോടി വേണു സാറാണ്. അല്ലാണ്ട് ഞങ്ങൾ മാത്രം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നടക്കില്ല. നമുക്കൊരു ദൈവം പോലെ ഒരാൾ കിട്ടിയപ്പോഴാണ് ഈ കൊക്കക്കോള കമ്പനിനെ ഇവിടെ നിന്ന് ഇതാക്കാൻ പറ്റിയത്. പക്ഷെ അവർ ചതിച്ചില്ലേ. പാവങ്ങൾക്ക് കൊടുക്കേണ്ട ഐക്യകണ്ഠേനം പാസ്സാക്കിയ ട്രിബ്യൂണൽ ബില്ലിനെ ഇപ്പോൾ അവർ തരാണ്ട് ആ പ്രസിഡന്റ് സൈൻ ചെയ്യാണ്ടാണ് അതിനെ മാറ്റി വെച്ചിരിക്കുന്നത്. അത് സൈൻ ചെയ്തതാണെങ്കിൽ അവർ പറയും ആ നളിനി ചിദംബരമാണ് അപ്പോഴത്തെ മന്ത്രിയായിട്ട് ഉണ്ടായിരുന്നത്. അവരുടെ കയ്യിലാണ് ഇത്രയും മിസ്റ്റേക്ക് സംഭവിച്ചത്. സൈൻ ചെയ്ത് തന്നതാണെങ്കിൽ ആൾക്കാർക്ക് എപ്പോഴോ കിട്ടിയിട്ടുണ്ടാവും ഈ നഷ്ടപരിഹാരം. അപ്പം ആ നഷ്ടപരിഹാരം കിട്ടിയാലും കൂടുതൽ കൃഷിക്കാർക്കാണ് കിട്ടുന്നത്. കൃഷിക്കാർക്ക് അവർ ഈ കമ്പനി തുടങ്ങിയ ശേഷം ആ വേസ്റ്റ് സാധനങ്ങൾ തന്നിട്ടുണ്ടായിരുന്നില്ലേ, വളം ഇടാൻ വേണ്ടിയിട്ട്. അത് തന്നത് എല്ലാം കൊണ്ടുപോയി ഇതായിട്ട് ഭൂമിയും ഇതായില്ലേ, ആ മണ്ണിലെല്ലാം വിഷങ്ങൾ കലർന്ന് മിക്സിങ് ആയിട്ട് അവിടുത്തെ വിഷങ്ങളായിട്ടുള്ള പച്ചക്കറികളും ഭൂമിയും ഉള്ള ചെടി തെങ്ങ് എല്ലാം ഇതായി പോയി. ഇപ്പോഴും ആ അട്ട പറയുന്ന സാധനം ചില വീടുകളിലൊക്കെ കയറി ഒരുപാട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു നേരത്തെ. ആ വേസ്റ്റ് വെള്ളത്തിൽ നിന്ന് പെരുകി വരുന്നത് വീട്ടിൽ കയറി വരും. അത് മറ്റേ ഉപ്പില്ലേ, അത് ചാരം പോലുള്ള സാധനങ്ങൾ ആ ഭാഗം ഇട്ടാലേ അത് ഇങ്ങനെ അലിഞ്ഞു പോകുള്ളൂ. ഉപ്പിട്ടാൽ അലിഞ്ഞു പോകും. പക്ഷെ ദിവസം അതിന് എല്ലാത്തിനും ഉപ്പിട്ട് കൊടുക്കാനും പറ്റില്ലല്ലോ. നമ്മൾ ജോലിക്കും പോകുന്നില്ല, കൂലിപ്പണിക്കാണ് പോണത് ആൾക്കാർ. അതിനും പോകാനുള്ള വഴിയുമില്ല, മാർഗവുമില്ല. നമുക്ക് വെള്ളം പിടിക്കണം, സമരത്തിലും പങ്കാളിയാകണം. എല്ലാം കൂടിയാകുമ്പോൾ അത്രയും വളരെ ബുദ്ധിമുട്ടായ അനുഭവങ്ങളാണ് ഈ സമരത്തിൽ കൂടി
കൊക്കക്കോള കമ്പനി വന്ന ശേഷം ഇവിടുത്തെ ജനങ്ങൾ അനുഭവിച്ചത്. നിങ്ങൾ ഈ ചെയ്തിട്ട് നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. എന്തിന് ആവശ്യമില്ലാണ്ട് നിങ്ങൾ ഈ സമരത്തിൽ നിങ്ങൾ പോയി മെനക്കെട്ടിട്ട് നിങ്ങൾ ഇരിക്കുന്നത്. പോയി പണി ചെയ്ത് നിങ്ങൾ ഇരുന്നോടെ എന്തിനാണ് ഈ സമരത്തിൽ നിങ്ങൾ ഇങ്ങനെ ആവശ്യമില്ലാണ്ട് നീട്ടിക്കൊണ്ട് പോണത്? സമരം നിർത്തി നിങ്ങളെല്ലാവരും പോകുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പല ആൾക്കാർ പല സമയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനെ എല്ലാം നമ്മൾ ഇതാക്കിയില്ല. നമ്മൾ എന്തായാലും ഒരു സമരത്തെ തുടങ്ങി വെച്ചു. വിളയോടി വേണവർ അവരിൻ്റെ സപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് അവർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ഈ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോയപ്പോഴാണ് ഇത്രയും വലിയ കമ്പനി നമ്മൾ ഇതാക്കാൻ പറ്റിയത് എന്ന് തന്നെ പറയാം. നേരത്തെ വീട്ടിൽ നമ്മൾ ചോറ് വെക്കാനോ പാത്രം കഴുകാനോ കുളിക്കാനോ എന്തിനും ആവശ്യമുണ്ടെങ്കിലും വെള്ളം നമ്മൾ എടുക്കണമല്ലോ. അപ്പം വീട്ടിലുള്ള കാര്യങ്ങൾ ഏതും കറക്റ്റ് സമയത്ത് ചെയ്യാൻ പറ്റില്ല. അപ്പം അത് രാവിലെ നമ്മൾ കുട്ടികളെ നോക്കാനും പറ്റില്ല, വേണ്ട കാര്യങ്ങൾ അതത് സമയത്ത് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വിശപ്പും എല്ലാം ആരോഗ്യ പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായിട്ടും നമ്മൾ എന്താ പറയുക, ഈ വെള്ളം കിലോമീറ്റർ കണക്കിൽ പോയാലേ നമുക്ക് കൊണ്ടുവന്നാലേ നമുക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഒരുപാട് കഷ്ടങ്ങൾ അനുഭവിച്ചിട്ട് എന്താ പറയുക, അങ്ങനെയാണ്. പാചകം ചെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ പിന്നെ അംശങ്ങൾ കൂടുതൽ കാണും ആ പാത്രത്തിലായാലും. പിന്നെ നമ്മൾ ചെയ്തിട്ടും അതൊരു രുചിയായിട്ട് കാണില്ല. അത് കാരണം തന്നെയാണ് നമ്മൾ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ പോണത്. വേറെ വെള്ളം ഈ വെള്ളം ഉപയോഗിക്കാണ്ട് വേറെ വെള്ളം നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവരും. ഈ വെള്ളം അത്രയും ഒരു വൈറ്റ് കളറിലുണ്ടാവും. വൈറ്റ് കളറിൻ്റെ പാട പോലെയൊക്കെ ഉണ്ടായിരുന്നു. പാത്രത്തിൽ കൂടുതലും അത് ഉണ്ടായിരുന്നു. അത് യൂസ് ചെയ്യാനും പറ്റില്ല. എന്നാലും ദൂരത്ത് നിന്നുള്ള വെള്ളം തന്നെ കൊണ്ടുവന്നിട്ട് നമ്മൾ പാചകം ചെയ്യാൻ ഉപയോഗിക്കണതും എല്ലാം ചെയ്തതും. പക്ഷേ നമ്മൾ ഇത്രയും സമയത്തിന് നമുക്ക് ഭക്ഷണം ചെയ്യാനും ആ സമയത്തിന് കഴിക്കാനും സമയത്തിന് ഇവിടെ എത്താനും പറ്റില്ല. പട്ടിണി കിടന്നിട്ടുണ്ട്. ഒരുപാട് പട്ടിണികൾ തന്നെ കൂടുതൽ. നമുക്ക് സമയത്തിന് ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മൾ റേഷൻ കടകളിൽ കിട്ടുന്ന അരി കൊണ്ടാണ് കഞ്ഞി വെച്ച് കുടിച്ചിട്ടാണ് ഈ സമരത്തിന് നമ്മൾ വരികയും കുട്ടികൾക്ക് കൊടുക്കുകയും അങ്ങനെ ആ വെള്ളം ചോറ് കൊണ്ടിട്ടാണ് നമ്മൾ പട്ടിണി കിടന്നിട്ട് കൂടുതലും പട്ടിണി തന്നെയാണ് അനുഭവിച്ചത്. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട്, എല്ലാവരും ആഘോഷങ്ങൾ അത് ഇത് ഉണ്ടാകും. പക്ഷേ ഈ പാവങ്ങൾക്ക് അങ്ങനെ ആഘോഷിക്കാൻ പറ്റില്ല. പണിക്കും പോകുന്നില്ല, പിന്നെ ഏത് പൈസ കൊണ്ട് ആഘോഷിക്കണത്? അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ ചെറുപ്പത്തിലൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പോഴാണ് ഈ ചൂട് കാരണം ആ വെച്ച കുറേശ്ശം ആ റേഷൻ കടകളിൽ കിട്ടുന്ന അരി പോലും വെച്ചിട്ട് ഇത്ര മണിക്കൂറുകളെ ആ ചോറ് നല്ല ചോറ് ഉണ്ടാവുള്ളൂ. അത് കഴിക്കാനും പറ്റില്ല. അങ്ങനെ അവസ്ഥയിൽ പട്ടിണി കിടന്നിട്ടുണ്ട്. സ്ത്രീകളാണ് കൂടുതലും ഈ വെള്ളം ഉപയോഗിക്കണതും. വെള്ളമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ സ്ത്രീകൾക്ക് തന്നെയാണ് കൂടുതൽ പങ്ക്. ഭക്ഷണം പാചകം ചെയ്യണം, പിന്നെ തുണി കഴുകാനുള്ളത്, നമ്മൾ കുളിക്കണമെങ്കിലും ഇങ്ങനെ എല്ലാം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കൂടുതലും സ്ത്രീകളിനെയാണ് ബാധിക്കുന്നതും. സ്കിന്നിൽ അലർജി, ലൂസ് മോഷൻ പോലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ അവർക്ക് ഹെൽത്ത് പരമായിട്ട് ഒരുപാട് കാര്യങ്ങളാണ്. ശരീരത്തുള്ള ആകെ ഉന്മേഷമായ ഏതും നേരത്തെ പോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഈ വെള്ളം കുടിക്കുമ്പോൾ ആ ശരീരത്തിലുള്ള എല്ലാം ഇതുകളും നശിച്ചു പോകുമ്പോൾ നമുക്ക് നേരത്തെ പോലെ പ്രവർത്തിക്കാനും പറ്റില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാടും കൂടുതലും സ്ത്രീകൾക്ക് തന്നെയാണ്. നമ്മൾ നേരത്തെ തന്നെ ഈ കൊക്കക്കോള എന്താണെന്ന് അറിയാണ്ട് കുടിച്ചിട്ടുമുണ്ട്. ഞാൻ ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ ചെക്കപ്പിന് പാലക്കാട് ജില്ലാ ഹോസ്പിറ്റലിൽ പോയി അവിടെ നിന്ന് പോയി 1 മണിക്കൂർ ട്രാവൽ ചെയ്യും. വന്ന് ഇവിടെ ബസ് ഇറങ്ങി നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ടയേർഡാകുമ്പോൾ ഈ കൊക്കക്കോള വാങ്ങിച്ച് കുടിച്ചു. കൊക്കക്കോള അത് നല്ല ടേസ്റ്റും ആണല്ലോ. ആ ഗർഭിണിയായിരിക്കുമ്പോൾ ആ കൊക്കക്കോളൻ്റെ രുചിയെല്ലാം അറിഞ്ഞും കഴിഞ്ഞു. അത് ഒരിക്കൽ പറയുമ്പോൾ 4, 5, 10 പ്രാവശ്യമൊക്കെ കുടിച്ചിട്ടുണ്ടാവും.
പിന്നെ ആദ്യത്തെ കുട്ടി വെയിറ്റ് കുറഞ്ഞ് പ്രസവിച്ചു. ഉം. അങ്ങനെ അങ്ങനെ പ്രശ്നങ്ങൾ ഒരുപാട് തന്നെയാണ്. നമ്മൾ അറിയാണ്ടും യൂസ് ചെയ്തു കൊക്കക്കോള. അതിനെപ്പറ്റി അറിയില്ല. കൂടുതൽ സ്ത്രീകൾ തന്നെയാണ് ഈ കൊക്കക്കോള കമ്പനി വന്ന കാരണം എല്ലാ എല്ലാം നഷ്ടപ്പെട്ടതും എല്ലാം ബുദ്ധിമുട്ടിയതും കൂടുതൽ സ്ത്രീകൾക്കാണ്. സമയത്തിന് ഇത് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ അവസ്ഥയായിരുന്നു. കുട്ടികളുടെ സമയത്തിന് നമുക്ക് അയക്കാൻ പറ്റില്ല. സ്കൂളിൽ സ്ഥിരമായി അയക്കാനും പറ്റില്ല. നമ്മൾ വീട്ടിലുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, വീട്ടിൽ പൈസ ഇല്ലാത്ത കാരണം ഓരോ പ്രശ്നങ്ങൾ വീട്ടിൽ വരും ചെയ്യും. ഭർത്താവും അതുപോലെ അവർ ജോലിക്കും പോകാൻ പറ്റില്ല. എല്ലാവരും സമരത്തിലും പങ്കെടുക്കണം. കുട്ടികളെ കറക്റ്റായിട്ട് സ്കൂളിൽ അയക്കാനും പറ്റില്ല. അപ്പോൾ വണ്ടി സൗകര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണെങ്കിൽ ബസ്സുണ്ട്. നേരത്തെ ഒന്നും ഇത്രയും ബസ്സുകളും ഇല്ല. നമുക്ക് ഉള്ളിൽ നിന്ന് എല്ലാം റെഡിയാക്കി കുട്ടികളെ അയക്കാനും പറ്റാത്ത അവസ്ഥയായിരുന്നു. അവരുടെ പഠിത്തങ്ങളും മുടങ്ങി. കറക്റ്റായിട്ട് സ്കൂളിൽ അയക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് ബുദ്ധിമുട്ട് തന്നെയായിരുന്നു.